എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മാഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിൽ 72 തൊട്ടുള്ള ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും പറയാം. ശ്ലോകം 72. കാമക്രോധമഹാലോഭ തൃഷ്ണവ്യാകുലചേതസ തേ വിതിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. കാമക്രോധമഹാലോഭ തൃഷ്ണാവ്യാകുലചേതസഃ തേ വിതിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. കാമം, ക്രോധം, അധികരിച്ച ലോഭം, അത്യാഗ്രഹം എന്നീ വൃത്തികൾ നിറഞ്ഞിരിക്കുന്ന മനസ്സോടുകൂടിയവരും തപസ് ചെയ്യുന്നതുകൊണ്ട് തപശക്തിയും നശിച്ചു. ശ്ലോകം 73. മനസശ്ചാജയാലോഭ ദംഭാപാഗണ്ഡ സംശ്രയാത് ശാസ്ത്രനഭ്യസനാചൈവ ധ്യാനയോഗബലം ഗത. മനസശ്ചാജയാലോഭ ദംഭാൽപാഗണ്ഡ സംശ്രയാൽ ശാസ്ത്രനഭ്യസനാചൈവ ധ്യാനയോഗബലം ഗതം. മനസ്സിനെ അടക്കുവാൻ കഴിയാത്തതുകൊണ്ടും ലോഭം, ദംഭം, മതദ്വേഷികളുടെ സമാശ്രയം, ശാസ്ത്രാഭ്യാസമില്ലായ്മ എന്നീ ദോഷങ്ങൾ കൊണ്ടും ധ്യാനയോഗത്തിൻ്റെ ഫലമില്ലാതെയായി. ശ്ലോകം 74. പണ്ഡിതാസൂകളത്രേണ രമന്തേ മഹിഷായിവ പുത്രസ്യോത്പാദനേ ദക്ഷ അദക്ഷാമുക്തിസാധനേ. പണ്ഡിതാസൂകളത്രേണ രമന്തേ മഹിഷായിവ പുത്രസ്യോത്പാദനേ ദക്ഷ അദക്ഷാമുക്തിസാധനേ. പണ്ഡിതന്മാരാകട്ടെ പോത്തുകൾ എന്ന പോലെ വിധി നിഷേധ കാലങ്ങളെ ഗണിക്കാതെ ഭാര്യാസംയോഗം കൊണ്ട് രമിക്കുന്നു. അവർക്ക് പുത്രോത്പാദനത്തിൽ മാത്രമേ സാമർഥ്യമുള്ളൂ. മുക്തിയെ സമ്പാദിക്കുന്നതിൽ അസമർത്ഥന്മാരായിരിക്കുന്നു. ശ്ലോകം 75. നഹി വൈഷ്ണവതാപുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ. നഹി വൈഷ്ണവതോ പുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാ പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ. സമ്പ്രദായത്തെ അനുസരിച്ചിട്ടുള്ള വൈഷ്ണവധർമ്മം യാതൊരു ദിക്കിലും കാണുന്നില്ല. ഇപ്രകാരം എല്ലാ സ്ഥലത്തിലും വസ്തുസാരം നശിച്ചിരിക്കുന്നു. ശ്ലോകം 76. അയന്തോ യുഗധർമ്മോ ഹി വർത്തദേഹസ്യ ദൂഷണം അധസ്തോ പുണ്ഡരീകാക്ഷ സഹദേ നികടേശിത. അയന്തോ യുഗധർമ്മോ ഹി വർത്തദേഹസ്യ ദൂഷണം അധസ്തോ പുണ്ഡരീകാക്ഷ സഹദേ നികടേശിത. ഈ വിധം കാണപ്പെടുന്നത് യുഗധർമ്മമാകുന്ന ദോഷം ആർക്കിരിക്കുന്നു? ആർക്കുമില്ല. എന്തുകൊണ്ടെന്നാൽ കാലസ്വഭാവമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരിലും വസിക്കുന്ന ശ്രീഹരി ആ ദോഷങ്ങളെ സഹിക്കുന്നു. 77. ശ്ലോകം. ശ്രീസൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരുചേ വചോ ഭൂയ ശ്രൂയതാം തച്ച ശൗനക. സൂതൻ പറഞ്ഞു, ഇപ്രകാരം നാരദർ പറഞ്ഞ വചനം കേട്ടിട്ട് പരമവിസ്മിതയായ ഭക്തി പിന്നെയും പറഞ്ഞതിനെ ഹേ ശൗനക കേൾക്കൂ. ശ്രീഭക്തിരുവാച സുരർഷേതും ജതന്യോസി മദ്ഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം വരം. സുരർഷേതും ജതന്യോസി മദ്ഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം വരം. ശ്രീഭക്തി പറഞ്ഞു, ഹേ ദേവർഷേ, അങ്ങ് ധന്യനാവുന്നു. എൻ്റെ ഭാഗ്യത്താൽ അങ്ങിവിടെ വന്നു ചേരുവാനിടയായി. ലോകത്തിൽ സാധുക്കളുടെ സന്ദർശനം തന്നെ സർവസിദ്ധിയെ നൽകുന്നതിന് സമർത്ഥമാക്കുന്നു. ശ്ലോകം 79. ജയതി ജഗതി മായാം യസ്യ കായാതവസ്തേ വചനരചനമേകം കേവലം ചാകലസ്യ ധ്രുവപദമഭിയാദോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം ദദാസ്മി.
ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമവിയാതോ യത്പ്രപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ജഗതി ജഗത്തിൽ തസ്യതേ യാതൊരു അങ്ങയുടെ ഏകം വചനരചന കേവലം ഏകമായ വചനരചനത്തെ മാത്രം ഉപദേശത്തെ മാത്രം ആകലനം ചെയ്തിട്ട് കയാധുവിൻ്റെ സന്താനം പ്രഹ്ലാദൻ മായാം ജയതി മായയെ ജയിച്ചുവോ യത് കൃപാദഃ യാതൊരുവൻ്റെ കാരുണ്യത്താൽ അയം ധ്രുവ ഈ ധ്രുവൻ ധ്രുവപദം അഭിയാത ധ്രുവസ്ഥാനത്തെയും പ്രാപിച്ചുവോ സകല കുശല പാത്രം സകല മംഗളകർമ്മങ്ങളുടെ ഭാജനമായിരിക്കുന്ന തം ബ്രഹ്മപുത്രം ആ ബ്രഹ്മപുത്രനെ നദാസ്മി ഞാൻ നമസ്കരിക്കുന്നേ. കയാധുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ യാതൊരു നിന്തിരുവടിയുടെ നാരായണ മന്ത്രോപദേശ രൂപമായ വചനത്തെ മാത്രം നിരന്തരം നിരൂപണം ചെയ്തതിനാൽ ജഗത്തിൽ മറ്റാർക്കും ജയിപ്പാൻ കഴിയാത്തതായ മായയെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ ജയിച്ചുവോ യാതൊരുവൻ്റെ കാരുണ്യ കടാക്ഷത്താൽ ഉത്ഥാനപാദപുത്രനായ ധ്രുവനെന്ന രാജകുമാരൻ വൈകുണ്ഠധാരമായ ധ്രുവസ്ഥാനത്തെ പ്രാപിച്ചുവോ സകല മംഗളകർമ്മങ്ങളുടെയും അധിവാസസ്ഥാനം ഭൂതനായ ആ ബ്രഹ്മപുത്രനായ നീന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരകാണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ഭക്തിനാരദസംവാദോ നാമ പ്രഥമോऽധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.